ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ സാധാ ചമ്മന്തിപ്പൊടിയല്ല, ഇത് ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം ഉണക്കച്ചെമ്മീൻ കഴുകി വെള്ളമെല്ലാം വാലാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്നാൽ വെള്ളമെല്ലാം വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വാർത്തെടുക്കാനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റി നല്ല ഒന്ന് മൂത്ത് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ക്രിസ്പി ആവുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇത് ക്രിസ്പി ആണോ എന്ന് നമുക്കൊന്ന് പൊടിച്ച് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഞെരടി നോക്കുമ്പോഴേക്കും ഇത് പൊടിഞ്ഞ് വരും. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പോൾ നല്ല ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇനി അടുത്തായിട്ട് ഒരു തേങ്ങ ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 7 ഉണക്കമുളകും, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാവണം, അതുവരെ നന്നായിട്ടൊന്ന് വറുക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകും വെളുത്തുള്ളിയും മല്ലിയൊക്കെ നമ്മളെ വയറിന് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക്, വെളുത്തുള്ളി, മല്ലിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് തണുക്കുമ്പോൾ നമുക്കിതിന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ആ ചെമ്മീൻ്റെ തലയെല്ലാം തലയും പോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഉണക്കമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ആദ്യം പൊടിച്ചെടുക്കണം. ആ ചെമ്മീനും ഉണക്കമുളകും കൂടെ ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ പുളി, ഉപ്പ് എല്ലാം വറുത്തെടുത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ പൊടിച്ചെടുത്തതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുതേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.